മധുര വേനൽ 3-ാം ദിനം. ഷോ, ഇന്ന് കൂടിയല്ലേ ക്യാമ്പുള്ളൂ എന്ന സങ്കടത്തോടെയാണ് രാവിലെ എഴുന്നേറ്റത്. ഇന്ന് ഉദയേട്ടനാണ് ക്ലാസ് എടുക്കുന്നതെന്നും നല്ല നല്ല നാടൻ പാട്ടുകളൊക്കെ പാടിത്തരുന്നതുമെന്നും അപ്പുമാമൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഉദയൻ കുണ്ടംകുഴിയെ കലോത്സവ സമയത്ത് അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷെ പാട്ട് ഞാൻ നേരിട്ട് കേട്ടിട്ടേയില്ല. ഇന്നത് കേൾക്കാലോ എന്ന സന്തോഷത്തോടെയാണ് ഞാൻ വേഗം ക്യാമ്പിലേക്ക് പോയത്. ആദ്യം തന്നെ ഞങ്ങളെ ക്യാപ്സി ക്ലബ്ബ് കാണാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ക്യാമ്പിലേക്ക് വീണ്ടും തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഉദയേട്ടൻ വരുന്നു. ഞാൻ അന്ന് കണ്ട ആളേ അല്ല. താടിയൊക്കെ നീട്ടി വളർത്തിയും മൊട്ടയടിച്ചും ആളാകെ മാറിയിരിക്കുന്നു. ആദ്യം തന്നെ ഞങ്ങളോട് കുറെ വിശേഷങ്ങൾ ചോദിച്ചു. പിന്നെ ഞങ്ങളെ രസിപ്പിക്കാനായി ഒരുപാട് കളികൾ കളിപ്പിച്ചു. അതിനിടയ്ക്ക് എപ്പോഴോ ഉദയേട്ടൻ ബാഗ് തുറന്ന് തിമില പോലത്തെ ഒരു സാധനം പുറത്തെടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചതും കുഞ്ഞു ചെണ്ടയാണെന്നാ. 2 കൈകൊണ്ടും അതിൽ താളമിട്ടപ്പോൾ ആ താളത്തിനോടൊപ്പം ഉദയേട്ടൻ പറഞ്ഞു തന്ന വായ്ത്താരി ഞങ്ങൾ പാടി. അത് ഒരു നല്ല പാട്ടായി മാറി. അക്കടോ ഇക്കടോ മയിലേ കുയിലേ എന്നുള്ള പാട്ട് ഇതാ ഇപ്പോഴും എൻ്റെ ചുണ്ടിൽ തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞനിയനും ഈ പാട്ട് പാടിക്കൊണ്ടാണ് ഇപ്പോഴും നടപ്പ്. ഭക്ഷണം കഴിക്കാൻ വിടുമ്പോഴേയും ഉദയേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ പീപ്പി ഊതി 10 വരെ എണ്ണുമ്പോഴേക്കും ഹാളിലെത്തണമെന്ന്. എൻ്റെ അമ്മോ, എന്തൊരു സൗണ്ടാണ് ആ പീപ്പിക്ക്! അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഓടി ഹാളിലെത്തും. ത്രില്ലിംഗ് ആയ എത്ര കളി കളിപ്പിച്ചെന്നോ ഞങ്ങളെ. അടിപൊളിയായിരുന്നു എല്ലാം. ഞങ്ങളുടെ ഓരോ ടീമിനും മാർക്കും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ജ്യോതി ടീച്ചർ വന്ന് ഞങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തന്നു. രാജാവിൻ്റെ വിളംബരം എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി പറഞ്ഞു. വീണ്ടും ഉദയേട്ടൻ്റെ ഊഴമായി. ശബ്ദത്തിൻ്റെ ലോകത്തിലൂടെ മാത്രം കൊണ്ടുപോയി ഉദയേട്ടൻ ഞങ്ങളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ആകെ ഒരു നിശബ്ദത. ഉദയേട്ടൻ ഞങ്ങളെ ചെണ്ടയുടെ താളത്തോടൊപ്പം കാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ആനയെയും പുലിയെയും പലതരം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടു. ഒടുവിൽ വലിയ ഒരു കാറ്റടിച്ചും ഞങ്ങൾ വീണുപോയി. ഓടക്കുഴലിന്റെ ശബ്ദം കേട്ടും ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോഴും ഞങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അത്രയും സമയം ഞങ്ങൾ എവിടെയൊക്കെയോ സഞ്ചരിച്ചു മനസ്സുകൊണ്ട്. കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖം അത്ഭുതം കൊണ്ട് വിടർന്നിരിക്കുകയായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട സെഷൻ ആയിരുന്നു അത്. അതൊരിക്കലും ഞാൻ മറക്കില്ല. അവസാന ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. വൈകുന്നേരം കുടുംബശ്രീ വക പായസവും ഒരു ചേച്ചിയുടെ വക കേക്കുമൊക്കെ. ഞങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ വരുന്നവർക്കു കാണാനായി അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ക്യാമ്പിന്റെ അവസാനം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഒരു സമ്മാനവും കിട്ടി. അതൊരു സ്റ്റീൽ വാട്ടർ ബോട്ടിലായിരുന്നു. അപ്പോ ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ വാട്ടർ ബോട്ടിലായി. എല്ലാവരും ചേർന്ന് അവസാനം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ ആകെ സങ്കടം തോന്നി. ഇനി ഒരു അവധിക്കാലത്തിനായി കാത്തിരിക്കാം അല്ലേ?